വടക്കാഞ്ചേരി നഗരസഭയിൽ ഇന്ന് എനിക്കെതിരെ ഒരു പ്രമേയം അവതരിപ്പിച്ചതായി കണ്ടു. അതിന് തുടർന്ന് പ്രശ്നങ്ങളും ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിപക്ഷ ഭരണപക്ഷ പ്രശ്നങ്ങളുണ്ടായതായിട്ട് കണ്ടു. എനിക്ക് പങ്കെടുക്കാൻ കഴിയാതെ എൻ്റെ കണ്ണുമായി ബന്ധപ്പെട്ട കണ്ണ് സർജറി കഴിഞ്ഞതുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. 3 ദിവസമായിട്ട് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. ഇത് വ്യക്തിപരമായ കുടുംബപരമായ ഒരു വിഷയത്തിലെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വളരെ മോശമായി വ്യക്തിഗത ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രമേയം അവതരിപ്പിച്ചു എന്നുള്ളത് നഗരസഭയുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തിൽ നഗരസഭ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ഒരു പ്രമേയമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ. ബാലിശമായ ഒരു പ്രമേയം. കാരണം കഴിവില്ലാത്ത നഗരസഭയായതുകൊണ്ട് ആ ബാലിശമായ പ്രമേയമായിട്ട് അതിനെ കാണാൻ കഴിയുള്ളൂ. രാഷ്ട്രീയ ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിൽ. എന്നെ താറടിച്ച് കാണിക്കാനും എന്നെ വ്യക്തിഗത ചെയ്യാനും. കുടുംബത്തിൽ ഒരു കേസുമായി ഒരു വർഷങ്ങളായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബപരമായിട്ട് 11 മക്കളുള്ള ഞങ്ങളിൽ സ്വത്ത് സംബന്ധമായ തർക്കങ്ങളും കോടതിയിൽ കേസ് നടക്കുന്നു. 3 കോടതികളിലായിട്ട് കേസുണ്ട്. 4-5 കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സിവിലായിട്ടും ക്രിമിനലായിട്ടുള്ള കേസുകൾ, പരാതികളുണ്ട്. ഇനി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വായ്പ സംബന്ധിച്ച ഒരു വിഷയമുണ്ടായത്. വായ്പ എടുത്തത് ശരി തന്നെയാണ്. എടുത്തത് അതിനുമായി ബന്ധപ്പെട്ട ആളുകളുടെ 100% അവരും കൂടി സഹായിക്കണം. ബാങ്കിന് യാതൊരുവിധ നഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല. സൊസൈറ്റിക്ക്, സഹകരണ സംഘത്തിന് നഷ്ടം ഉണ്ടായിട്ടില്ല. വാങ്ങിയ കാശ് തിരിച്ചടക്കി അതിൻ്റെ പലിശയൊക്കെ അടച്ച് ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. നിയമപരമായി എല്ലാ കാര്യങ്ങളും അവസാനിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി CPM പിന്നിൽ കളിച്ചപ്പോൾ അതിലൂടെ എൻ്റെ സഹോദരന്മാർ അവർക്ക് കിട്ടിയപ്പോൾ ആ കിട്ടിയെ ഉപയോഗിച്ചു എന്നതാണ് നമുക്കിതിൽ പറയാനുള്ളത്. രാഷ്ട്രീയമായ ഇത്തരം നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനും ഇത്തരം നീക്കങ്ങളെ നിയമപരമായി നേരിടുവാൻ ഞാൻ തയ്യാറാണ്. ഇത് വ്യക്തിഗതമായിട്ടുള്ള പരാതി ആയതുകൊണ്ട് അതിന് രാഷ്ട്രീയ മുഖം കൊടുക്കാൻ ചിലർ ശ്രമിച്ചു എന്നുള്ളത് ശരിയാണ്. അത് അടിസ്ഥാനപരമായ പരാതികളും മറ്റുമാണ്. ഈ പ്രമേയത്തിനും ഇതിന് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് കരുവന്നൂർ കേസിൽ 13 മാസക്കാലം ജയിലിൽ കിടന്ന് ജാമ്യത്തിലിറങ്ങി വന്ന പ്രതിയാണെന്ന് ആലോചിക്കണം. ആ പ്രതിയാണ് എനിക്കെതിരെ ബാങ്കിൽ നിന്ന് വായ്പ തട്ടിപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പ്രമേയം അവതരിപ്പിക്കാൻ പിന്തുണ നൽകിയതും അതിന് പ്രോത്സാഹനം നൽകിയതും. കാരണം ഇവർ തമ്മിൽ കൂട്ടുകച്ചവടക്കാരാ. ഈ പരാതിക്കാരനും ഇവരും തമ്മിൽ കൂട്ടുകച്ചവടം ഉണ്ട് അവിടെ. ആ കൂട്ടുകച്ചവടത്തിൻ്റെ മറവിൽ നടത്തിയ ഒരു രഹസ്യ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ പ്രവേശിച്ചത്. ഇവരൊക്കെ എന്നാ വലുതായത്? അവരുടെ കൈയൊക്കെ ശുദ്ധമാണോ? അവരുടെ കൈയൊക്കെ സംശുദ്ധമാണെന്ന് അവർക്ക് പറയാൻ കഴിയുമോ? 13 മാസക്കാലം അതിന് കൂട്ടുപ്രതികളെ പോലും കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട്. പ്രതികളെ പോലും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പോലീസിന്. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കരുവന്നൂർ പ്രതി എങ്ങനെയാണ് ഇത്രമാത്രം വലിയ വളർച്ച? 2000 തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വെറും 150 രൂപ ദിവസവേതനയ്ക്കാണ് മദ്രാസ് ഹോട്ടലിൽ സ്വാമിയുടെ വണ്ടി ഓടിച്ചു എന്നാണ് ഞങ്ങൾക്കറിയാൻ എൻ്റെ ഓർമ്മയിലുള്ളത്. ആ കാലഘട്ടത്തിൽ നിന്ന് ഇത്രയും ഉയരങ്ങളിലേക്ക് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപയുടെ ആസ്തി ഉണ്ടാക്കിയ 3-4 കോറികളുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. 3-4 കോറികൾ. ആ കോറി അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ സമ്പാദ്യം? എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നും ഒരു ചാരിറ്റി സംഘടനയുടെ പേര് പറഞ്ഞിട്ടോ ഒരു രാഷ്ട്രീയ പേര് പറഞ്ഞിട്ടോ വേറൊരു കാര്യം പറഞ്ഞിട്ടോ ആരുടെ കയ്യിൽ നിന്നും ഒരു 10 പൈസ വാങ്ങിയിട്ടോ അങ്ങോട്ട് കൊടുക്കാനോ ഇങ്ങോട്ട് കൊടുക്കാനോ ഒന്നുമില്ല. 30 വർഷക്കാലം ഈ സ്വത്ത് മുഴുവൻ എൻ്റെ വീടിൻ്റെ കുടുംബ സ്വത്ത് മുഴുവൻ എൻ്റെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം ഞാൻ തന്നെയാണ് ഇതൊക്കെ നോക്കിയാണ് തരുന്നത്. ഇപ്പോൾ ഉണ്ടായ ഒരു കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി എന്നുള്ളത്. അപ്പോൾ ഈ നടത്തിയ മാന്യന്മാരെയൊക്കെ നമ്മൾ ഓർക്കണം. ഈ പരാതി പറയുന്നതിനും പ്രമേയം കൊണ്ടുവന്നതും നഗരസഭയിൽ തുള്ളിച്ചാടിയിരുന്നല്ലോ. ആ തുള്ളിച്ചാടിയ ഗജവീരന്മാരെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. ആ ഗജവീരന്മാരൊക്കെ സ്ഥിതി പഴയ പൂർവ്വകാല ചരിത്രത്തിലേക്ക് പോയി ആ സ്ഥിതിയൊക്കെ അറിയാൻ കഴിയും. ഇപ്പോൾ ഈ ഞാൻ പറയാനില്ല, ഞാൻ കുറേ പറയാനുണ്ട്. ഇനി ആവശ്യം വരികയാണെങ്കിൽ ഞാൻ പല കാര്യങ്ങളും തുറന്നു പറയാം.